വിദ്യാർത്ഥികളെ വീണ്ടും വലച്ച CBSE 12ാം ക്ലാസ് പരീക്ഷാ പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റ് ഇന്നും കാര്യക്ഷമമായില്ല. ഇന്നു മുതൽ അപേക്ഷ നൽകാനാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. പരീക്ഷാ വീഴ്ചയിൽ വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി യോഗം ചേരുകയാണ്. CBSE വിദ്യാർത്ഥികളുടെ പോക്കറ്റടിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ജൂൺ 1 മുതൽ വെബ്സൈറ്റ് പ്രവർത്തിക്കുമെന്നായിരുന്നു CBSEയുടെ അറിയിപ്പ്. പുനർമൂല്യനിർണ്ണയത്തിന് ഇന്നു മുതൽ അപേക്ഷ നൽകാനാകുമെന്ന അറിയിപ്പ് വെറും വാക്കായി. അപേക്ഷ നൽകാൻ വെബ്സൈറ്റിൽ കയറിയ വിദ്യാർത്ഥികൾക്ക് പ്രശ്നം പരിഹരിച്ചില്ലെന്ന് മറുപടി. മദ്രാസ്, കാൺപൂർ, IIT പ്രൊഫസർമാരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ചെങ്കിലും ഫലം കണ്ടില്ല. സാങ്കേതിക പ്രശ്നത്തിൽ CBSE ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഉത്തരക്കടലാസുകൾ കൃത്യമായി പരിശോധിക്കാൻ ഒരു വിദ്യാർത്ഥി 2000 രൂപ ചെലവഴിക്കേണ്ടി വരുമെന്നും CBSEയുടെ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നത് കുട്ടികളാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. നീറ്റ് CBSE പരീക്ഷാ വീഴ്ചകൾ പരിശോധിക്കാനാണ് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി യോഗം ചേരുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും സമിതിക്ക് മുന്നിൽ ഹാജരാകും. ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യാൻ കരാർ ലഭിച്ച കോംറ്റ് എഡ്യൂടെക് കമ്പനിക്ക് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ US പഠിച്ചപ്പോൾ പ്രാദേശിക രക്ഷകർത്താവ് കോംറ്റ് ഡയറക്ടർ രാധാകൃഷ്ണൻ ജയരാമനായിരുന്നു എന്നാണ് പ്രധാന ആരോപണം. റിപ്പോർട്ടർ, ദില്ലി.